സിറ്റിംഗ് ഏരിയയിൽ നിന്നും നാം ഡൈനിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കയറി പോകുന്നത്. വളരെ ഒതുങ്ങിയ സ്ഥലം കൊണ്ട് കയറി പോകാവുന്ന ഒരു സ്റ്റെയർ കേസ് ആണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഹോംസിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സ്ഥലത്തെ ഒട്ടും വേസ്റ്റ് ആക്കാതെ മാക്സിമം യൂട്ടിലിറ്റി വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിലെ ഓരോ ഡിസൈനിങ്ങും. പ്രൈവസിക്ക് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ 2 ബെഡ്റൂമുകളുടെ എൻട്രിയും ഇതിൽ നിന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഒരു പൂജാ സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ്ങിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു വാഷ് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനെ കണക്ട് ചെയ്ത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായി കബോർഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നു. കോർണറിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡൈനിങ്ങിൽ നിന്നും നാം കടന്നെത്തുന്നത് വളരെ ക്യൂട്ടായ ഒരു കിച്ചൺ ഏരിയയിലേക്കാണ്. എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നും ഒരു സ്റ്റോർ റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും നാം വർക്ക് ഏരിയയിലോട്ടാണ് കടക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. സ്റ്റെയർകേസ് കയറി നാം എത്തി നിൽക്കുന്നത് ചെറിയ ഒരു ലിവിംഗ് ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കുമുള്ള 4 ഡോറുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
വളരെ ക്യൂട്ടായ ഒരു ബാൽക്കണിയാണ് ഇത്. ഏത് സമയത്തും നമുക്ക് റിലാക്സ് മോഡിൽ ഇരിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. പ്രൈവസിക്ക് ഒട്ടും കോട്ടം വരാത്ത രീതിയിലുള്ള ഒരു ബാൽക്കണി അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സന്ധ്യാസമയങ്ങളിൽ വീട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഇത്. കേശവദാസും കുടുംബവും ഒരു വീട് എന്ന സങ്കല്പമായി എന്നെ കാണാൻ വന്നത് വളരെ ചെറിയ ചെറിയ ആവശ്യങ്ങളുമായിട്ടായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ കാണുമ്പോൾ ഒരു ഇമ്പമുള്ളൊരു വീട്, അതായിരുന്നു ആവശ്യം. കൂടുതൽ സംസാരിച്ച് അതേപോലെ തന്നെ കൂടുതൽ ആശയങ്ങൾ അവരുമായി പങ്കുവച്ചപ്പോൾ അവർക്ക് സാധാരണ രീതിയിലുള്ള ഒരു വീടാണ് വേണ്ടത്, എന്നാലോ കാണുമ്പോൾ ഒരു ചുറുചുറുക്ക് വേണം. അതിനനുസരിച്ചിട്ടാണ് ഈ വീടിൻ്റെ ഡിസൈനിങ് നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമായും ആവശ്യത്തിൽ നല്ലൊരു രീതിയിലുള്ളൊരു സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിങ്, മെയിൻ ഫാമിലി ലിവിങ്, അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഡൈനിങ്, അതേപോലെ തന്നെ താഴത്തെ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഫയർ കിച്ചൺ, അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ, അതൊക്കെയായിരുന്നു താഴത്തെ നിലയിലെ ആവശ്യങ്ങൾ. അതുപോലെ തന്നെ മുകളിൽ ഒരു സ്റ്റെയറും ചെറിയൊരു ഹാള്, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, ഇതെല്ലാം ഉൾപ്പെടുത്തി അവരുടേതായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ ഇത് നിർത്തുവാൻ സാധിച്ചു. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വലിയ വീട് പോലെ തോന്നുമെങ്കിലും ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ചെറിയ വീടാണിത്. ഇതിൽ ഏരിയ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി പോർച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്യൂച്ചറിൽ ഇനി പോർച്ചിൻ്റെ ആവശ്യം വന്നാൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾക്കെല്ലാം കാണുന്നതിന് വേണ്ടി ഒരു ഹോം തിയേറ്ററിനുള്ള ഒരു പ്രൊവിഷനും നമ്മൾ ഇതിൽ ബാക്കിൽ ഒരു ഓപ്പൺ ടെറസിൽ കരുതി വെച്ചിട്ടുണ്ട്. കാര്യമായ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെ തന്നെ ഈ രണ്ടിനും നമുക്ക് ഇതിനുള്ള പ്രൊവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള വെന്റിലേഷൻ എല്ലാ റൂമുകളിലും വേണമെങ്കിൽ ക്രോസ് വെന്റിലേഷൻ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചൂടുള്ള കാലമായാലും വീടിൽ അതിനനുസരിച്ചുള്ള ഒരു കുളിർമ തന്നെ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. സാധാരണ കോമൺ ആയിട്ടൊരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സോയിൽ ടെസ്റ്റ്. ഒരു വീട് പണിയുമ്പോൾ നമുക്ക് സോയിൽ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? സോയിൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ശരിക്കും സോയിൽ ടെസ്റ്റ് ഒരു വീട് പണിയുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ? സോയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ എന്നെല്ലാം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിഭാഗം, അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഹോൾ സെറ്റ് ചെയ്ത് അത് നമ്മൾ
ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണോ ആ ഉയരത്തിനനുസരിച്ച് അനുപാതികമായിട്ട് ഡെപ്തിൽ എന്താണ് നമ്മളുടെ ഭൂമിക്ക് അകത്ത് എന്നുള്ള അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് പ്രധാനമായും അതിനകത്ത് ലാബറട്ടറി ടെസ്റ്റ് ഉണ്ട്, ഓർഡിനറി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ലാബറട്ടറി ടെസ്റ്റിലുള്ള അനാലിസിസിനുള്ളതും നമ്മൾ ഡാറ്റകൾ യൂസ് ചെയ്യും. ഫിസിക്കലായിട്ട് അതായത് എൻ വാല്യൂ കണ്ടുപിടിക്കും. ഒരു എൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഭൂമിക്ക് എത്ര ഭാരവാഹക ശേഷി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. എൻ വാല്യൂ 15 ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അത് സാധാരണ കേസിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ വരുമ്പോഴാണ് നമ്മൾ ആ കേസ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടിന് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഫിസിക്കലി തന്നെ നമുക്ക് കാണാൻ പറ്റും ഭൂമിക്ക് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ കാണാൻ പറ്റും. അതിനേക്കാൾ താഴ്ചയിൽ അതായത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാണ് ആ വക ടെസ്റ്റുകൾ കൂടുതലായിട്ട് ആവശ്യം. ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ പ്രഷർ ബൾബ്, അതായത് ഭൂമിയുടെ താഴത്തേക്ക് വരുന്ന പ്രഷർ, ആ ഹൈറ്റിനനുസരിച്ച് ആ പ്രഷർ ബൾബ് വളരെ താഴത്താണ് വരുന്നത്. ആ വരുന്ന സ്ഥാനത്ത് ഇതിന് ആവശ്യമായ ഉറപ്പുണ്ടാവുക എന്നതാണ് ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തിയാലാണ് ആ ഡെപ്തിൽ ഈ വരുന്ന ഭൂമിയുടെ എത്ര കൊണ്ട് മർദ്ദം, എത്ര കൊണ്ട് ഭാരവാഹക ശേഷി ഈ നമ്മുടെ ബിൽഡിങ്ങിന്റെ എടുക്കും, ആ ഭൂമിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം അറിയുന്നതാണ് സോയിൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ ആ ഭൂമിക്ക് അതിനുള്ള ഭാരവാഹക ശേഷി ഇല്ലെങ്കിൽ ആ ചെയ്യുന്നത് പൈല്, നമ്മൾ ഫ്രിക്ഷൻ പൈല്, അതുപോലെ അണ്ടർറിമുഡ് പൈല്, അങ്ങനെ പല മെത്തേഡും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത്.